ഇത് കണ്ടു കഴിഞ്ഞാൽ കോഴിമുട്ട വെച്ചുണ്ടാക്കിയതാന്ന് പറയും. കണ്ടാലും പറയില്ല, കഴിച്ചാലും നമുക്ക് തോന്നില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണിത്. ഇതൊരിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. കോഴിമുട്ട വെച്ചിട്ട് എഗ് മൂസ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഡെസേർട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4-5 ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. ഞാൻ 2 കോഴിമുട്ട വെച്ചുണ്ടാക്കിയത് ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുട്ട ഉപയോഗിച്ച് ഉണ്ടാക്കാമല്ലോ. പലരും പല റീൽസിലും മുട്ടയുടെ മണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. പിന്നെ നമ്മളതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. അതായത് ഞാൻ ടീസ്പൂൺ എടുക്കേണ്ട മടിക്ക് ആ അടപ്പിൽ തന്നെ ഒരടപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. അത് 2 വലിയ ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാലും ചേർക്കുന്നുണ്ട്. അതുപോലെ മധുരത്തിന് വേണ്ട തേനാണ് ഇവിടെ ചേർക്കണത്. ഇനി പഞ്ചസാര ചേർക്കണവർക്ക് പഞ്ചസാര ചേർക്കാം. ഇനി അതല്ല കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചേർക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാൻ അടിച്ചെടുത്ത് വന്നപ്പോൾ അതിൽ കുറച്ച് പാൽ അധികമായിപ്പോയി. നമുക്ക് അത്രയും പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ താമസം വരുന്നു മാത്രം. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റിയിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെക്കുക ചെയ്യണം. പക്ഷെ ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ എടുത്ത് വയ്ക്കുക ചെയ്തതാണ്. ഈ സമയത്തൊക്കെ കോഴിമുട്ടയുടെ ചെറിയ മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ഒരു ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഏകദേശം നന്നായി കട്ടിയായി തുടങ്ങി. നല്ല സിൽക്കി ടെക്സ്ചർ തന്നെയായിരുന്നു കേട്ടോ. കഴിച്ചു നോക്കിയപ്പോഴോ മുട്ടയുടെ ഒട്ടും സ്മെല്ലില്ലായിരുന്നു. നല്ല ചോക്ലേറ്റ് മൂസ് കഴിക്കണ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. നമുക്കൊന്ന് കുറച്ച് കഴിച്ചു നോക്കിയാലോ. ഇതേ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. മുട്ടയുടെ ഒട്ടും ടേസ്റ്റ് ഇല്ല, മണവും ഇല്ല. ഇത് ജിമ്മിന് പോണവർക്കൊക്കെ, അതായത് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഗിൽറ്റ് ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഡെസേർട്ടും കൂടിയാണ്. വല്ലാണ്ട് ഷുഗർ ക്രേവിങ്സ് തോന്നുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. താങ്ക്